നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സന്ദർശക വിസക്കാർക്ക് അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങാൻ സാധിക്കില്ല എന്ന മുന്നറിയിപ്പുമായി അധികൃതർ. ഇന്നലെ രാത്രി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ അബുദാബി വിമാനത്താവളം വഴി സന്ദർശക വിസക്കാർക്ക് പ്രവേശനമില്ലെന്നും താമസ വിസക്കാരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വിമാന കമ്പനികൾക്ക് അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് പ്രകാരം തമിഴ്നാട്ടിലെ തൃച്ചിയിൽ നിന്ന് സന്ദർശക വിസയിൽ അബുദാബിയിലേക്ക് വരാൻ തുനിഞ്ഞ വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ പേരെ വിമാനത്തിൽ നിന്ന് അവസാന നിമിഷം തിരിച്ചയച്ചു. ഇന്നലെ രാത്രി 1:30 എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാർക്കാണ് അവസാന നിമിഷം നിരാശപ്പെടേണ്ടി വന്നത്. UAE-യിലുള്ള മാതാപിതാക്കളുടെ അരികിലേക്ക് വരാനായിരുന്നു തമിഴ്നാട്ടിൽ വിദ്യാർത്ഥിയായ യുവാവ് സന്ദർശക വിസ സ്വന്തമാക്കിയത്. എമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥി അടക്കമുള്ള യാത്രക്കാർ വിമാനത്തിനകത്ത് പ്രവേശിച്ചിരുന്നു. ഒടുവിൽ പറന്നുയരാൻ സമയമായപ്പോഴേക്കും സന്ദർശക വിസക്കാർക്ക് അബുദാബിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് വിമാനാധികൃതർ അറിയിപ്പ് നൽകുകയായിരുന്നു. അതേസമയം COVID-19 ലോക്ക്ഡൌണിനെ തുടർന്ന് നിർത്തലാക്കിയ UAE സന്ദർശക വിസ പുനരാരംഭിച്ചപ്പോൾ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും സന്ദർശക വിസക്കാർ UAE-യിലെത്തിയെങ്കിലും ഇന്ത്യയിൽ നിന്ന് അനുവദിച്ചിരുന്നില്ല. കേരളത്തിൽ നിന്ന് സന്ദർശക വിസയിൽ വരാൻ ശ്രമിച്ചവരെ വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചയക്കുന്ന കാഴ്ചയും പതിവായിരുന്നു. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നടപടികൾ പൂർത്തീകരിച്ചതിനെ തുടർന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം പ്രവേശനാനുമതി നൽകുകയായിരുന്നു. കോവിഡ് തുടങ്ങിയ ശേഷം ഓഗസ്റ്റ് 12-നാണ് കേരളത്തിൽ നിന്ന് സന്ദർശക വിസക്കാർ UAE-യിലെത്തിയത്. UAE-യിലേക്ക് സന്ദർശക വിസയിൽ വരുന്നവരിൽ ഭൂരിഭാഗവും തൊഴിൽ തേടിയാണ് എത്തുന്നത്. ജോലി അന്വേഷിച്ചെത്തി COVID-19 ലോക്ക്ഡൌൺ കാരണം ഭക്ഷണത്തിനും മറ്റും പണമില്ലാതെ ദുരിതത്തിലാവുകയും ചെയ്ത ആയിരങ്ങളെ ഇന്ത്യൻ അധികൃതരും സന്നദ്ധ സംഘടനകളും മറ്റും ചേർന്നാണ് നാട്ടിലേക്ക് തിരിച്ചയച്ചത്. അങ്ങനെ ഇത്തരമൊരവസ്ഥ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ നോക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദർശക വിസക്കാർക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് 100 ദിർഹം സന്ദർശക വിസക്കാർ നിർബന്ധമായും ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിരിക്കണം. ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ട്രാവൽ ഏജന്റുമാർ തന്നെ നൽകും. 100 ദിർഹമാണ് നിരക്ക്. 3 മാസത്തെ സന്ദർശക വിസയ്ക്ക് 750 ദിർഹത്തോളമാണ് ട്രാവൽ ഏജന്റുമാർ ഈടാക്കുന്നത്. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലേക്ക് സന്ദർശക വിസയിലെത്തുന്നവർ 96 മണിക്കൂറിനുള്ളിലെ COVID-19 പരിശോധനയുടെ നെഗറ്റീവ് റിപ്പോർട്ട് ഹാജരാക്കുകയും ദുബായ് വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാവുകയും ചെയ്യണം. നെഗറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വീടിന് പുറത്തിറങ്ങാൻ പാടുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.